ഞങ്ങൾ ഇരകളാണ്, വേട്ടയാടപ്പെട്ടവരാണ്. ആ വേട്ടയാടപ്പെട്ടവർ തലയുയർത്തി നിൽക്കുന്നു കേരളത്തിൽ. ഇതാണ് ഇന്ന് സ്വരാജിലൂടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര പോലെ ആകുമോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലവും? ഇന്ന് രാത്രിയിൽ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് ലൈവിലിരിക്കാം, ചോണയുണ്ടേ വരട്ടെ, തേങ്ങ ഉടയ്ക്ക്. പക്ഷെ തേങ്ങ വാങ്ങിച്ചടക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങൾ ഇങ്ങ് ഉടയ്ക്കാൻ നിൽക്കരുത്. ഇതേ അൻവർ ഉന്നയിച്ച ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണം നിങ്ങൾ വേട്ടയാടാൻ നോക്കിയില്ലേ? എന്ത് കിട്ടി അനിൽകുമാറേ? എന്ത് കിട്ടി CPM? എന്ത് കിട്ടി പിണറായി വിജയ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ മൂക്കി കയറ്റിയോ നിങ്ങൾ? ഈ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് പിണറായി വിജയനും മുഹമ്മദ് റിയാസും അടക്കമുള്ള നേതാക്കളുടെ തനിനിറം പുറത്തുവിടും എന്ന് PV അൻവറിന്റെ വെല്ലുവിളിയുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടം ഉണ്ടായെന്നാണ്. അതേപ്പറ്റി ചോദിക്കുമ്പോൾ ശ്രീ സജി മഞ്ഞക്കടമ്പൻ പറയുന്നത് അത് ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ ഭീഷണിയുടെ ഒന്നാമത്തെ കാര്യം എന്നാണ്. എന്താ എന്റെ ഉദ്ദേശം? യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ കമല ഇന്റർനാഷണൽ എന്ന നുണ നിർമ്മിക്കപ്പെടുമായിരുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കുടുംബത്തെ വേട്ടയാടാൻ ഉദ്ദേശമുണ്ടായില്ലായിരുന്നെങ്കിൽ കൈതോലപ്പായയുടെ ഒരു കെട്ടുകഥ ആരുമായി എഴുന്നള്ളിക്കുമായിരുന്നില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ഉള്ളതൊന്നും പിണറായി വിജയനെതിരെ പൊട്ടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കെട്ടുകഥകൾ ഉണ്ടാക്കുന്നത്. മാസപ്പടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയൊരു സാധനമുണ്ട്. ഈ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ എവിടെ പോയി? ദില്ലി ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നു. എന്താണ് വിധി? മര്യാദകേട് കാണിക്കരുത്, മര്യാദകേട് കാണിക്കരുത്. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല ഒരു കോടതി. 3 ഹൈക്കോടതിയിൽ പോയിട്ടും അന്വേഷണം ഒരു കോടതിയും തടഞ്ഞില്ല എന്നതുകൂടി ശ്രീ അനിൽകുമാർ പറയണം. അതുകൊണ്ട് ആധികാരികമായ വിവരം തന്നെയാണ്. എടോ, തന്റെ ഈ ചുറ്റിപ്പറ്റിയിരിപ്പും പത്രവായനും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ താൻ ആളൊരു ചുറ്റിപ്പാണെന്ന്. നിലമ്പൂർ പട്ടണത്തിൽ നമുക്ക് നേർക്കുനേർ കാണാം. ഞാൻ നിലമ്പൂരുണ്ട്. ഞാൻ പറയുകയാണ്, അൻവരോട് മാത്രമല്ല, സതീശനോട് മാത്രമല്ല. സതീശനൊക്കെ എത്ര നുണ പറഞ്ഞിട്ട് ഒളിച്ചുപോയി, എത്ര തവണ മാപ്പിരക്കേണ്ടി വന്നു ഇവർക്ക് കള്ളത്തരം പറഞ്ഞിട്ട്. ഈ മുഖ്യമന്ത്രിയെ പോലെ, പിണറായി വിജയനെ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വേട്ടയാടപ്പെട്ടൊരു കൂട്ടരുണ്ടോ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത്? ഇരകളാക്കപ്പെട്ടൊരു കൂട്ടരുണ്ടോ? ഒലക്കട മൂട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നു, അയ്യോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഇരയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ പറന്നെത്തിയ ശലഭങ്ങളെ പോലെ പറന്നെത്തിയ കുട്ടികൾ പുതിയ ക്ലാസ് മുറികളും പുതിയ സ്കൂളുകളും കാണുമ്പോൾ ഇരകളാണോ? സ്കൂൾ തുറന്നല്ലോ, പാഠപുസ്തകങ്ങൾ എത്തിയല്ലോ, എന്താ ഇരകളാക്കപ്പെട്ടവർക്ക് ഒരു കുറവ്? അവിടെ ഉണ്ടായ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ? ഇരകളാണോ കേരളത്തിലെ ജനങ്ങൾ? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടു ചത്തേനെ. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 600 രൂപയുടെ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കിയ വീരന്മാര്, 18 മാസം കുടിശ്ശികയാക്കിയ വീരന്മാര്. ഇപ്പൊ 62 ലക്ഷം വീടുകളിൽ 1600 വെച്ച് പെൻഷൻ കൊടുക്കുകയാണ് പ്രതിമാസം. ഒരു ഗഡു കുടിശ്ശികയുണ്ട്. അത് മോദി ചവിട്ടുന്നതുകൊണ്ടാണ്. മോദി ചവിട്ടുന്ന കണ്ടില്ലേ? മഹാരാഷ്ട്രയ്ക്ക് വിദേശ സംഭാവനയാകാം അവിടെ പ്രളയം വന്നാൽ. കേരളത്തിന് മാത്രം രക്ഷയില്ല, നിങ്ങൾക്ക് അനുവാദമില്ല. ഇതാണ് മോദിയുടെ ചവിട്ട്. ആ മോദി ചവിട്ടുമ്പോ മൈലെണ്ണ ഇട്ട് കൊടുക്കുന്ന കൂട്ടരാണ് ഇവര്. നിനക്ക് വല്ല അസുഖമുണ്ടോ? എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. കമ്മ്യൂണിസ്റ്റുകാരന്റെ MLA-യുടെ ചോരയൊഴുകിയ മണ്ണാണിത്. ഇവിടുന്ന് ഉറവ് പൊട്ടുന്ന മനുഷ്യന്റെ വികാര വിചാരങ്ങളുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഇരകളാണ്, വേട്ടയാടപ്പെട്ടവരാണ്. ആ വേട്ടയാടപ്പെട്ടവർ തലയുയർത്തി നിൽക്കുന്നു കേരളത്തിൽ. ഇതാണ് ഇന്ന് സ്വരാജിലൂടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ അനിൽകുമാർ, ഞാൻ ചോദിച്ചത് നെയ്യാറ്റിൻകര പോലെ ആകുമോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലവും? അൻവർ പറയുന്നു, ഇന്ന് പറയുന്നത് നവകേരള സദസ്സിനായി മന്ത്രി മുഹമ്മദ് റിയാസ് കോൺട്രാക്ടർമാരെ വിരട്ടി കാശ് മേടിച്ചതിന്റെ ഫോൺ കോൾ റെക്കോർഡ്സോ സംഭാഷണമോ, അദ്ദേഹം മുമ്പ് ഓരോ സംഭാഷണമൊക്കെ വെളിയിൽ വിട്ടിട്ടുള്ള ആളാണ്. ഈ സംഭാഷണമൊക്കെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനോരമയിൽ കാണിച്ചോട്ടെ. നിങ്ങളാണെങ്കിൽ അത് നല്ല നിലയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടരല്ലേ? ഞങ്ങൾക്കെതിരായിട്ട് ഏത് നുണ കിട്ടിയാലും ഏത് കളവ് കിട്ടിയാലും നന്നായിട്ട് പ്രചരിപ്പിക്കുന്നവർ, വസ്തുതയുണ്ടെങ്കിൽ നുണ തന്നെ വാങ്ങിച്ച് അത് കൈകാര്യം ചെയ്യണം. എന്തിനാണ് അവശേഷിക്കുന്നത്? നാളെ രാവിലെ നേരം വിളിക്കാൻ കാത്തിരിക്കുന്നത്? നാളെ സൂര്യൻ ഉദിക്കുകയില്ല എന്തെങ്കിലും സംശയമുണ്ടോ അൻവറിന്? ആർക്കെങ്കിലും? ഞങ്ങൾ നിർഭയമായിട്ട് പറയുന്നത് ED അടക്കമുള്ള ഈ നരേന്ദ്രമോദിയുടെ ബാല്യക്കാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആപ്പീസിന്റെയും പാർട്ടിയുടെയും അടിയാധാരങ്ങളെല്ലാം തപ്പി നടന്ന 9 കൊല്ലമല്ലേ കണ്ടത്. എന്നിട്ട് ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയ? എന്തോ വല്ലതും പറഞ്ഞു കെട്ടുകഥയായിട്ട് വന്നിരിക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം. ഇന്ന് രാത്രിയിൽ വെല്ലുവിളിക്കുകയാണ്, നമുക്ക് ലൈവിലിരിക്കാം, ചോണയുണ്ടേ വരട്ടെ, തേങ്ങ ഉടയ്ക്ക്. പക്ഷെ തേങ്ങ വാങ്ങിച്ചടക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങൾ ഇങ്ങ് ഉടയ്ക്കാൻ നിൽക്കരുത്. മാധ്യമങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ജഗതിയാവും. ഉടയ്ക്കാന്ന് പറഞ്ഞ് നെടുപടി വീണ് നിൽക്കുമ്പോ അൻവർ നിൽക്കുമ്പോ നിങ്ങൾ തേങ്ങ വാങ്ങിച്ചുടക്കണ്ട, അവരുടയ്ക്കുമോ നോക്കട്ടെ. അതുകൊണ്ട് അവരുടയ്ക്കണം. അമ്പട വേണുക്കുട്ടാ, നിന്റെ കാലം എന്തല്ലോ. ശ്രീ അനിൽകുമാറിന്റെ പാർട്ടിക്കാരും അവരുടെ പാർട്ടിയുടെ ഭരണകൂടവും ഒന്നാകെയും ഒരു പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിച്ചല്ലോ. നിഷയുടെ മുമ്പിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. നിയമസഭയിൽ അൻവർ എന്ന് പറയുമ്പോ എന്തായിരുന്നു പറഞ്ഞത്? നിരവധി കണ്ടെയ്നറുകളിൽ 50-ൽ പരം കോടിക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് കൊണ്ടുപോയി കള്ളപ്പണം വെളുപ്പിച്ചെടുത്തു
എന്ന് പറഞ്ഞല്ലോ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും. അതിനെനിക്കൊരു മടിയില്ല. അന്ന് ഇത് പറയുമ്പോ ഊറി ചിരിച്ചുകൊണ്ട് കുറെ അരിവാൾ ചുറ്റിക ആളുകൾ യെസ് 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 എന്ന് പറഞ്ഞ് കൈയടിച്ച് കുറെ ഗോഗോ വിളിച്ചല്ലോ. ഊറി ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ നിന്ന് ഊറി ചിരിച്ചല്ലോ. എന്തായി? എന്നെ കൊണ്ടൊന്നും പറയണ്ട. ഇതേ അൻവർ ഉന്നയിച്ച ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണം. നിങ്ങളല്ലേ ഭരണകൂടം, നിങ്ങളല്ലേ വിജിലൻസ്, നിങ്ങൾ വേട്ടയാടാൻ നോക്കിയില്ലേ? ഇതേ അൻവർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ നോക്കിയില്ലേ? എന്ത് കിട്ടി അനിൽകുമാറെ? എന്ത് കിട്ടി CPM? എന്ത് കിട്ടി പിണറായി വിജയ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ മൂക്കി കയറ്റിയോ നിങ്ങൾ? ഇല്ലല്ലോ. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഒരു ആരോപണവും തെളിയിക്കപ്പെട്ടില്ല. പുറത്തിറങ്ങിയതിനു ശേഷം ശ്രീ PV അൻവർ പറഞ്ഞു എന്നെ കൊണ്ട് പറയിച്ചതാണ്. ബഹുമാനായ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിതാവിന് തുല്യനാണ്, എന്റെ പിതാവിന് തുല്യനാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചതാണ്. നിങ്ങൾ തന്തയ്ക്ക് വിളിപ്പിച്ചല്ലോ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ. ഞങ്ങളുടെ ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ അമ്മയാണ് നേരിട്ട് ചീത്ത വിളിച്ചതെങ്കിൽ, ഇതേ ആള് നിങ്ങളുടെ നേതാവിന്റെ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധനയ്ക്കാൻ ഇറങ്ങിയല്ലോ. ഇറക്കിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ അല്ലേ? അല്ലേ? ആർക്കെതിരെയും എന്തും പറയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുളുമ്പി ഇറങ്ങിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഭരണകൂടം, നിങ്ങളുടെ പോലീസും അല്ലേ? അതിനൊക്കെ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി. നോണിയും തെരമാടിത്തരം പറഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണ് വാരിടാൻ തുടങ്ങിയ ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ. നിങ്ങൾ പറഞ്ഞു BRM ഷഫീർ എന്ന കോൺഗ്രസ്സുകാരൻ കുറെ ഇരകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ലൈഫ് എന്ന് കരുതാൻ പറഞ്ഞുതരാം. ഒന്നാം ഘട്ടം നിങ്ങൾ ലൈഫിന്റെ വീട് കൊടുത്തതിന് ശേഷം, ഉള്ള വീടിനെ പൊളിച്ചിട്ടിട്ട് നിങ്ങൾ ഇവിടെ തറപ്പണിയും ചെയ്തിട്ടതിന് ശേഷം, രണ്ടാം ഘട്ടം കൊടുക്കാതെ ഇന്നും ടാർപോളിൻ ഷീറ്റുകളിൽ താഴെ നനഞ്ഞൊലിച്ച് കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് ആ കരുളായിയിൽ, ആ വനത്തിനകത്ത്. നിങ്ങൾ പോയിട്ട് നോക്കണം. പോത്തുകല്ലുണ്ടെന്നല്ലേ പറഞ്ഞത്? കരുളായിലേക്കൊന്ന് കയറണം. അവിടെ കുറെ ചോളനായിക്കായിട്ടുള്ള ആദിവാസികളുണ്ട്, തണുത്തു വിറച്ചു കിടന്നവർ. അവരുടെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും അവരുടെ മക്കൾക്ക് ആരോഗ്യ പരിപാലനത്തിനുള്ള മരുന്നുമായി മല കയറിയവൻ ഒരാളെ ഉള്ളൂ കേട്ടോ. ഒരു അൻവറിനെ ഞങ്ങൾ കണ്ടില്ല, ഒരു സ്വരാജിനെ ഞങ്ങൾ കണ്ടില്ല. കയറിയവന്റെ പേര് ഷൗക്കത്ത് എന്നാണ്, ആര്യാടൻ ഷൗക്കത്ത് എന്നാണ്. നിങ്ങൾ എന്താ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു? മനുഷ്യരാകണം, മാനവരാശിയുടെ വിമോചനത്തിന്റെ കൊടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്കണവാടി ജീവനക്കാർ 100 ദിവസമായിട്ട് സമരത്തിലാണ്. അവരെ ഒന്ന് വിളിച്ച് ആ നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൺസിലേഷൻ നടത്താൻ ആരെയാണ് സർ അവർ കാണേണ്ടത്? അവർ ഭരണകൂടത്തിന്റെ ഇനങ്ങളാണ്. നിങ്ങൾക്കറിയോ 108 ആംബുലൻസുകാർ ഒരു രോഗം വന്നാൽ ആദ്യം വിളിക്കുന്ന 108 ആംബുലൻസുകാരുടെ ഡ്രൈവർമാരുടെയും ഹെൽപ്പർമാരുടെയും ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയോ 35 ലക്ഷം തൊഴിലാളികൾ മേശന്മാർ അവർ അങ്ങോട്ടിട്ട് അംശാദായം അടച്ച ക്ഷേമനിധി എത്ര മാസം വരെ കുടിച്ചുക? 1332 കോടി രൂപ കുടിച്ചുകയാണ്. എത്ര മാസം? 14 മാസം. ഇരകളാണ് സാർ നിങ്ങളുടെ ഭരണകൂടത്തിന്റെ ഇരകൾ. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? രാജ്യസഭാ സീറ്റ് അവിടെ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നിട്ട് 2.5 കൊല്ലം ഉണ്ടായിരുന്നത് അങ്ങോട്ട് BJPക്ക് ദാനം ചെയ്തിട്ട് രാജ്യസഭയിൽ BJPയെ ഭൂരിപക്ഷമാക്കിയതിന്റെ ക്രെഡിറ്റ് ആണ് KC വേണുഗോപാലിനുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തവർക്ക് ഒരു കയ്യത്തും സഹായം ചെയ്തു കൊടുത്തവരാണ് KC വേണുഗോപാൽ. സിക്കാർ സീറ്റിലെ അമ്രാറാമിനോട് ചോദിച്ചാൽ മതി ആരാണ് KC വേണുഗോപാൽ എന്ന് പറഞ്ഞുതരും. ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വികസന കാര്യത്തിൽ 1500 കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിന്റെ 9 പ്രോഗ്രസ് കാർഡുണ്ട്. നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ ചവിട്ടിയത് കൊണ്ട് ബഹുമാനപ്പെട്ട മറിയച്ചേടത്തിക്കടക്കം പെൻഷൻ കൊടുക്കുന്നതിൽ കാലതാമസം വന്നു. പക്ഷെ ഞങ്ങളിതാ കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ ആനുകൂല്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യം കൊടുക്കും, ശമ്പള പരിഷ്കരണം നടപ്പാക്കും, പെൻഷനുകൾ മുഴുവൻ വർദ്ധിപ്പിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ലൈഫ് മിഷൻ വീടുകൾ പൂർത്തീകരിക്കും. നെൽ കർഷകരുടെ നെൽവില വർദ്ധിപ്പിക്കുന്ന അടക്കം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അവിടെ ഉണ്ട്. കൊള്ളാം. കള്ളക്കഥയ്ക്ക് കൂട്ടായ ഒരു കടങ്കഥ. റബ്ബറിന് തറവില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആശയങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നിന്ന ഒരു കൂട്ടരല്ലേ നിങ്ങൾ? വീണ്ടും വാഗ്ദാനങ്ങളാണ് നിഷ, വീണ്ടും വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. കഷ്ടം. ഇതവന്റെ ടെക്നിക്കാണ്. അടിച്ചവന്റെ കവാല കുറ്റി പൊട്ടിക്ക്. 2023 മലയാറ്റൂർ ചാലക്കുടി വാഴച്ചാൽ ഉൾപ്പെടുന്ന വനം ഡിവിഷനിൽ ഫെൻസിംഗ് കെട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എന്തോ കൊടുത്തില്ലെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച 13.5 കോടി രൂപ, 13.5 കോടി രൂപ, 1 രൂപ ചെലവഴിച്ചിട്ടില്ല. ടെൻഡർ നടപടി എടുത്തിട്ടില്ല. പണം ലാപ്സാക്കി കളഞ്ഞു സംസ്ഥാന സർക്കാർ. നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരട ഗോവിന്ദ പട്ടി. ഇനി 2016 മുതൽ 3611 കേസുകൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വനംവകുപ്പിൽ അപേക്ഷ കൊടുത്തിരുന്നു. നഷ്ടപരിഹാരം 1 രൂപ. 3611 കേസുകളിൽ 90% കേസുകൾക്ക് 10 നയാ പൈസ ഈ സർക്കാർ കൊടുത്തിട്ടില്ല. ഏറ്റവും അവസാനം കടുവ ഒരു രാധ എന്ന സഹോദരിയെ കടിച്ചു കഴിച്ചു. അവരുടെ ബോഡി കടുവയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിനകത്ത് കമ്മൽ ഉൾപ്പെടെ സ്വർണ്ണാഭരണം കിട്ടി. നിങ്ങൾക്കറിയോ, ഈ നാണമില്ലാത്തവരുടെ മന്ത്രി
ഈ പിന്നെ രാധയുടെ ചിതയിലേക്ക് എടുത്ത് വെക്കുന്ന ബോഡിയുടെ തൊട്ടടുത്ത് നിന്ന് അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം പോയി നിന്ന് കോഴിക്കോട്ട് അങ്ങാടിയിൽ ക്യാബറ ഡാൻസ് കളിച്ച് പാട്ട് പാടുകയായിരുന്നു. ഇതാണ് നിങ്ങളുടെ വനംവകുപ്പ് മന്ത്രി. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. UDF ഗതികേട് ആലോചിച്ച് നോക്കിയേ. ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി കടുവ വളർത്ത് തുടങ്ങി, പുലി വളർത്ത് തുടങ്ങി. കടുവയും പുലി ആനയൊന്നും വളർത്താൻ തുടങ്ങിയാൽ അവിടെ നിൽക്കത്തില്ല. അത് മനുഷ്യന്റെ അടുത്തേക്ക് അനുവദിച്ച പണം ചെലവഴിക്കാത്തതിനെ കുറിച്ച് നിലമ്പൂർ വനം പറയുന്നത് കേരളത്തിന്റെ ഞാൻ പറയാം, അങ്ങോട്ട് പറയട്ടെ, അങ്ങോട്ട് കേൾക്ക്, ബാക്കി അങ്ങോട്ട് പിടിക്കേ. ഇതിനാവശ്യമായ പദ്ധതികൾ ഉണ്ടാക്കേണ്ടത് ഇന്ത്യ സർക്കാരാണോ കേരള സർക്കാരാണോ? കേരള സർക്കാരാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വേലി കെട്ടാൻ പണം അനുവദിച്ചത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം സംസ്ഥാനം ചെലവിട്ടിട്ടുണ്ടോ? അതിന് മറുപടി ഉണ്ടോ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വനത്തിനകത്ത് പണം അനുവദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് നിയമപരമായി എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഒരു പ്രൊജക്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊജക്ടിന് കേന്ദ്രാംഗീകാരം വേണോ? പരിസ്ഥിതി ക്ലിയറൻസ് വേണോ? ഇതുമായി ബന്ധപ്പെട്ട വിവിധ നടപടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പൂർത്തിയാക്കിയത് കേരളത്തിലെ നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ.